ഈ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എങ്ങനെയാണ് ഒരു 1 kW സോളാർ ഫോട്ടോവോൾട്ടിക് ഇൻസ്റ്റലേഷൻ്റെ എസ്റ്റിമേറ്റ് കോസ്റ്റ് എടുത്ത് കൊട്ടേഷൻ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. ഈ സെഷൻ കഴിയുമ്പോഴേക്കും നിങ്ങൾ സൈസിങ്ങിന് ശേഷം ഒരു 1 kW സോളാർ ഫോട്ടോവോൾട്ടിക്കിന് ആവശ്യമായ കമ്പോണൻസ് മാർക്കറ്റിൽ നിന്നും സെലക്ട് ചെയ്ത് അവയുടെ വില വിവരങ്ങൾ മനസ്സിലാക്കി എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ പഠിച്ചിട്ടുണ്ടാകും. ടൂൾസ് ആൻഡ് എക്യുപ്മെൻറ്റ്സ് റിക്വയർഡ്. മെറ്റീരിയൽസിൻ്റെ എല്ലാം ബിൽ ഇൻക്ലൂഡിംഗ് ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ് ആൻഡ് മെറ്റീരിയൽസ്, മെക്കാനിക്കൽ ഫിറ്റിംഗ്സും ആക്സസറീസും, സിവിൽ എക്യുപ്മെൻറ്റും മെറ്റീരിയൽസും കൂടാതെ അതിൻ്റെ കോസ്റ്റും, ടൂൾസിൻ്റെ കോസ്റ്റും കൂടാതെ കൺസ്യൂമബിൾസും ഇൻക്ലൂഡിംഗ് റെൻ്റൽസ് ഓഫ് ഇൻസ്റ്റലേഷൻ എക്യുപ്മെൻറ്റ് കൂടാതെ ലോജിസ്റ്റിക്സും, കോസ്റ്റ് ഓഫ് മൗണ്ടിംഗ് സ്ട്രക്ചേഴ്സ്, ലേബർ കോസ്റ്റിൻ്റെ മാർക്കറ്റ് റെൻറ്റ്. ഒരു 1 kW സോളാർ ഫോട്ടോവോൾട്ടിക് ഓഫ് ഗ്രിഡ് പ്ലാന്റിന് വേണ്ടിയുള്ള ഒരു കംപ്ലീറ്റ് ഫിനാൻഷ്യൽ പ്രൊജക്ഷൻ ആദ്യം പ്രിപ്പയർ ചെയ്യണം. ഫിനാൻഷ്യൽ കമ്മിറ്റ്മെൻറ്റ്സിൻ്റെ എല്ലാ പോസിബിലിറ്റീസും നന്നായി അനലൈസ് ചെയ്യണം. സ്വന്തം ആവശ്യത്തിനും ഔട്ട്സോഴ്സ്ഡ് അവന്യൂവിനുമായിട്ടുള്ള എക്സ്പെൻഡിച്ചറിൻ്റെ സെപ്പറേറ്റ് ഹെഡ്സ് പ്രിപ്പയർ ചെയ്യണം. അങ്ങനെ പ്രൊജക്ട് റിപ്പോർട്ടിൻ്റെ കംപ്ലീറ്റ് പ്രിപ്പറേഷൻ നടത്തണം. എക്സ്പേർട്സിന് സബ്മിറ്റ് ചെയ്ത് പ്രോജക്റ്റിനെ കൃത്യമായി ഇവാലുവേറ്റ് ചെയ്യണം. ശേഷമുള്ള എല്ലാ ആക്ടിവിറ്റീസും നന്നായി ഒബ്സർവ് ചെയ്ത് റെക്കോർഡ് ചെയ്യണം. ഒരു 1 kV സോളാർ ഫോട്ടോവോൾട്ടിക് ഓഫ് ഗ്രിഡ് പ്ലാന്റിൻ്റെ ഒരു പ്രോജക്റ്റ് റിപ്പോർട്ടാണിത്. ഒരു 1 kW പവർ സോളാർ സിസ്റ്റത്തിൻ്റെ പ്രൊജക്റ്റിൻ്റെ ഫീസിബിലിറ്റി ഡീറ്റെയിൽസ് ഇങ്ങനെ താഴെ പറയുന്നത് പോലെ ആയിരിക്കും. കണക്റ്റഡ് ലോഡ് 1 kW. ഒരു മാസത്തെ എനർജി കൺസംഷൻ 1200 kW. ഡിസ്കോം ചാർജ് ചെയ്യുന്ന താരിഫ് എത്രയാണ്? ₹6 per യൂണിറ്റ്. സോളാർ കപ്പാസിറ്റി സജസ്റ്റഡ് 1 kW. സബ്സിഡി എലിജിബിലിറ്റി യെസ് അല്ലെങ്കിൽ നോ. USC നമ്പർ. ടെക്നിക്കൽ ഫീസിബിലിറ്റി, സിസ്റ്റം പ്രപ്പോസ്ഡ് കൂടാതെ സിമ്പിൾ പേ ബാക്ക് പീരീഡ്. 1 kW പവർ സോളാർ ഓഫ് ഗ്രിഡ് സിസ്റ്റം ജനറേറ്റ് ചെയ്യുന്നത് 20 to 25 യൂണിറ്റ്സ് kWh per day ആവറേജ് ഇയർലി ജനറേഷൻ. എക്സ്പെക്റ്റഡ് ജനറേഷൻ പെർ മന്ത് 360 kWh to 400 kWh. ഒരു മാസം നമുക്ക് സേവ് ചെയ്യാവുന്ന എമൗണ്ട് എത്രയാണ്? അറ്റ് ₹4 ക്ലൗഡി ആയിട്ടുള്ള ദിവസങ്ങളിൽ ജനറേറ്റ് ചെയ്യപ്പെടുന്ന മിനിമം യൂണിറ്റ്സ് അറ്റ് 2.5 യൂണിറ്റ്സ് പെർ കിലോവാട്ട് 5 യൂണിറ്റ്സ്. നല്ല സൂര്യവെളിച്ചമുള്ള ഒരു പെർഫെക്റ്റ് ഡേയിൽ ജനറേറ്റ് ചെയ്യപ്പെടുന്ന മാക്സിമം യൂണിറ്റ്സ് എത്രയാണ്? അറ്റ് 6 യൂണിറ്റ്സ് പെർ കിലോവാട്ട് 15 kWh. ഒരു സാധാരണ ആവറേജ് സണ്ണി ഡേയിൽ ജനറേറ്റ് ചെയ്യപ്പെടുന്ന ആവറേജ് യൂണിറ്റ്സ് അറ്റ് 4.5 പെർ കിലോവാട്ട് 10 kWh. ലോഡിൻ്റെ ഡീറ്റെയിൽസ്. ഒരു ടോട്ടൽ നോമിനൽ ലോഡ് ഓഫ് 1 kW ആണ് ഇതിന് സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നത്. നമ്പർ ഓഫ് അവേഴ്സ് 6 മണിക്കൂർ നേരത്തേക്കാണ് സോളാർ സിസ്റ്റം പവർ ജനറേറ്റ് ചെയ്യുന്നത്. ലൊക്കേഷൻ ആൻഡ് ഇൻസ്റ്റലേഷൻ. 1 kW പവർ സിസ്റ്റത്തിൻ്റെ സ്പേസ് അവൈലബിലിറ്റി എന്ന് പറയുന്നത് 110 സ്ക്വയർ മീറ്റേഴ്സ് ഓഫ് ഷാഡോ ഫ്രീ ഏരിയയാണ്. മോഡൽ ഓഫ് ഓപ്പറേഷൻ സോളാർ ഓഫ് ഗ്രിഡ്. മൗണ്ടിംഗ് സ്ട്രക്ചർ ഹോട്ട് ഡിപ്പ് ഗാൽവനൈസ്ഡ് സ്റ്റീൽ. ഒരു 1 kW സോളാർ ഫോട്ടോവോൾട്ടിക് ഓഫ് ഗ്രിഡ് പ്ലാന്റിന് വേണ്ടിയുള്ള ഒരു കംപ്ലീറ്റ് ഫിനാൻഷ്യൽ പ്രൊജക്ഷൻ പ്രിപ്പയർ ചെയ്യുക. കൊട്ടേഷൻ ഫോർ ഡിസൈൻ, സപ്ലൈ, ഇൻസ്റ്റലേഷൻ കൂടാതെ കമ്മീഷനിങ് ഓഫ് സോളാർ ഫോട്ടോവോൾട്ടിക് പവർ പ്ലാന്റ് ഓഫ് കപ്പാസിറ്റി എത്രയാണെന്ന് നോക്കാം. 1 kW പവർ. അതിന് താഴെ പറയുന്ന സ്പെസിഫിക്കേഷൻസ് ഉണ്ടാകും. സോളാർ പാനൽ 250 watt പവർ. 4 numbers. കോസ്റ്റ് പെർ യൂണിറ്റ് ₹8,630. ടോട്ടൽ ₹34,520. സോളാർ ഇൻവെർട്ടർ ഒരെണ്ണം. കോസ്റ്റ് പെർ യൂണിറ്റ് ₹9,650. ടോട്ടൽ ₹9,650. സോളാർ ബാറ്ററി 12 volts 100 ampere hour 4 എണ്ണം.
കോസ്റ്റ് പെർ യൂണിറ്റ് rupees 7,800. ടോട്ടൽ rupees 31,200. DC ഗ്രൗണ്ട് ഫോൾട്ട് ഇൻറ്ററപ്റ്റർ ഒരെണ്ണം. കോസ്റ്റ് പെർ യൂണിറ്റ് rupees 300. ടോട്ടൽ rupees 300. DC ഐസൊലേറ്റർ ഒരെണ്ണം. കോസ്റ്റ് പെർ യൂണിറ്റ് rupees 300. ടോട്ടൽ rupees 300. ചാർജ് കൺട്രോളർ ഒരെണ്ണം. കോസ്റ്റ് പെർ യൂണിറ്റ് 1,200 രൂപ. ടോട്ടൽ 1,200 രൂപ. മെയിൻസ് AC ഐസൊലേറ്റർ ഒരെണ്ണം. കോസ്റ്റ് പെർ യൂണിറ്റ് rupees 400. ടോട്ടൽ rupees 400. ഡിസ്ട്രിബ്യൂഷൻ പാനൽ ഒരെണ്ണം. കോസ്റ്റ് പെർ യൂണിറ്റ് 200 രൂപ. ടോട്ടൽ 200 രൂപ. ഇൻ്റർ കണക്റ്റിംഗ് കേബിൾസ് കൂടാതെ കണക്റ്റേഴ്സും അത് ആവശ്യത്തിന്. കോസ്റ്റ് പെർ യൂണിറ്റ് 1,500 രൂപ. ടോട്ടൽ 1,500 രൂപ. സിവിൽ വർക്ക് ഫോർ ഇൻസ്റ്റലേഷൻ ഓഫ് സോളാർ ഫോട്ടോ വോൾട്ടിക് യൂണിറ്റ്സ് ആവശ്യത്തിന്. കോസ്റ്റ് പെർ യൂണിറ്റ് 15,000 രൂപ. ടോട്ടൽ 15,000 രൂപ. ഇലക്ട്രിക്കൽ വയറിംഗ് എക്സ്റ്റേണൽ ആവശ്യത്തിന്. കോസ്റ്റ് പെർ യൂണിറ്റ് 3,000 രൂപ. ടോട്ടൽ 3,000 രൂപ. DC ഡിസ്ട്രിബ്യൂഷൻ യൂണിറ്റ്സ് ഒരെണ്ണം. കോസ്റ്റ് പെർ യൂണിറ്റ് 450 രൂപ. ടോട്ടൽ 450 രൂപ. സ്പെയേഴ്സും ടൂൾസും ആവശ്യത്തിന്. കോസ്റ്റ് പെർ യൂണിറ്റ് 2,000 രൂപ. ടോട്ടൽ 2,000 രൂപ. മിസലേനിയസ് ഇലക്ട്രിക്കൽ പൈപ്സ്, ലഗ്സ്, ഇൻസുലേഷൻ ടേപ്സ് കൂടാതെ ക്ലാംസ് ആവശ്യത്തിന്. കോസ്റ്റ് പെർ യൂണിറ്റ് 1,600 രൂപ. ടോട്ടൽ 1,600 രൂപ. മെക്കാനിക്കൽ ഫിറ്റിംഗ്സ് നട്ട്സും ബോൾട്ട്സും കൂടാതെ ക്ലാംസ്, സോളാർ ഫോട്ടോ വോൾട്ടിക് ഫിക്സിംഗ് ഫ്രെയിംസ് ആവശ്യത്തിന്. കോസ്റ്റ് പെർ യൂണിറ്റ് 6,050 രൂപ. ടോട്ടൽ 6,050 രൂപ. മൗണ്ടിംഗ്, ഇറക്ഷൻ കൂടാതെ ഇൻസ്റ്റലേഷൻ ഇൻക്ലൂസീവാണിത്. മെയിൻ്റനൻസ് ഇൻക്ലൂസീവാണ്. യൂസർ ട്രെയിനിങ് ഇൻക്ലൂസീവാണ്. ഗ്രാൻഡ് ടോട്ടൽ 1,07,370 rupees. GST എമൗണ്ട് അറ്റ് 12.5%. അത് 13,083 രൂപ 75 പൈസ. സബ്സിഡറി എമൗണ്ട് അറ്റ് 8.5%. 8,896 രൂപ 95 പൈസ. 1,04,670 പ്ലസ് 13,083 രൂപ ഇസ് ഈക്വൽ ടു rupees 1,17,753 രൂപ 75 പൈസ. സബ്സിഡറി എമൗണ്ട് ഡിഡക്ഷൻ 1,17,753 രൂപ 75 പൈസ മൈനസ് 8,896 രൂപ 95 പൈസ. കസ്റ്റമർ പേ ചെയ്യേണ്ട ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് 1,08,856 രൂപ 8 പൈസ. നോട്ട്: എല്ലാ കോമ്പണൻസും IEC സർട്ടിഫൈഡ് ആയിരിക്കും, കൂടാതെ MNRE സർട്ടിഫൈഡ് പ്രോഡക്ട്സ് ആയിരിക്കും. റീക്യാപ്പ്: ഈ സെഷനിൽ നിങ്ങൾ എന്തൊക്കെയാണ് പഠിച്ചതെന്ന് നോക്കാം. എങ്ങനെയാണ് സൈസിങ്ങിന് ശേഷം ഒരു 1 കിലോവാട്ട് സോളാർ ഫോട്ടോവോൾട്ടിക്കിന് ആവശ്യമായ കമ്പോണൻസ് മാർക്കറ്റിൽ നിന്ന് സെലക്ട് ചെയ്ത് അവയുടെ വില വിവരങ്ങൾ മനസ്സിലാക്കി എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ പഠിച്ചു. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഈ കൺസെപ്റ്റ്സ് എല്ലാം തന്നെ നന്നായി മനസ്സിലായിട്ടുണ്ട് എന്ന്. പുതിയൊരു കൺസെപ്റ്റുമായി അടുത്ത സെഷനിൽ വീണ്ടും കാണാം. നന്ദി.